വളരെ മാതൃകാപരമായാണ് ഞങ്ങൾ നടപടി സ്വീകരിച്ചത്. അക്കാര്യങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇവിടെ ഞങ്ങൾ ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. നിയമപരമായ നടപടിയിലേക്ക് കടന്നു. ഇതിപ്പോൾ ആവശ്യമില്ലാത്തൊരു സംഗതി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, ഞങ്ങൾ കുട്ടികൾ കിടക്കുന്ന സ്ഥാപനത്തിലേക്ക്, കുട്ടികളുടെ അടുത്തേക്ക് കുട്ടികളെ പോലും ആക്രമിക്കാൻ മടിയില്ലാത്തവരെന്ന് തെളിയിച്ചുകൊണ്ടാണ് അവിടേക്ക് കയറി വന്നത്. സ്ഥാപനത്തിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്താം, സ്ഥാപനത്തിൻ്റെ ഇവിടേക്ക് പ്രതിഷേധം നടത്താം. പക്ഷെ കുട്ടികൾ കിടക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി വരിക എന്ന് പറയുന്നത് വളരെ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കുക. ഞങ്ങളുടെ ജീവനക്കാരന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വനിതാ ജീവനക്കാരെ കൂടി ആക്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് നിയമപരമായ നടപടി പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചില്ല, പ്രതിഷേധിക്കാം. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ സ്വഭാവം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് ഏത് സ്ഥാപനമാണ്? ഇത് ഏറ്റവും പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായ സ്ഥാപനമാണ്. അക്കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 7 പേരെ പിരിച്ചുവിടുകയും പോലീസാണ് 3 പേരിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ആ ദിവസങ്ങളിൽ തുടർച്ചയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരാഴ്ചക്കാലം ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ആളുകളെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. വളരെ സുതാര്യമാണ്. ഒരു ഒളിച്ചുവയ്പ്, ഒരു മറച്ചുവയ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പോയതുമാണ്. വെള്ളിയാഴ്ച ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ശനിയാഴ്ച ഒരു ദിവസം വൈകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് അതിന് പരിശോധന നടത്തേണ്ട സാഹചര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നഖം കൊണ്ട പാടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ശ്രദ്ധയിലേക്ക് വരുന്നത്. കുട്ടിയുടെ ദേഹത്ത് നഖം കൊള്ളുന്നു, നമ്മളെ ദേഹത്ത് നഖം കൊള്ളുന്നു, നമ്മൾ ചൊറിഞ്ഞാലും നഖം കൊള്ളും. അപ്പോൾ ഇത് കുട്ടിയുടെ നഖമാണോ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളത് നഖം കൊണ്ട പാടാണ് ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് ഡോക്ടർ പരിശോധന. അന്ന് വൈകുന്നേരം 5:30 മണി കഴിഞ്ഞു, 5:30-6 മണിയായി ഞങ്ങൾ ശ്രദ്ധയിൽ വരുന്നു. അപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം ഡോക്ടർ പരിശോധനയിലേക്ക് പോകുന്നു. ഡോക്ടർ പരിശോധനയ്ക്ക് പോയി മറ്റ് നടപടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ വേറെ ഒളിച്ചു വയ്ക്കുകയും മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയൊരു മുറിപ്പാടാണ് കണ്ടത്. ഡോക്ടറെ അറിയിച്ചത് ഞങ്ങളാണ്. 2 ഡോക്ടർമാരെ അറിയിച്ചത് CWC എല്ലാം ഞങ്ങൾ തന്നെയാണ്. എല്ലാ നടപടി സ്വീകരിച്ച് ഞങ്ങൾ തന്നെയാണ്. ഈ കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ അപ്പോൾ തന്നെ കണ്ടെത്താമായിരുന്നു എന്ന വിമർശനമായിരുന്നത്. കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്ന കൃത്യമായ പരിശോധന നടന്നുകൊണ്ടാണല്ലോ റോഷുവാലെ ഞങ്ങൾ കണ്ടെത്തിയത്. വൈകിപ്പോയി എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത് കൃത്യമായി അന്ന് ഇതിപ്പോൾ 7 ദിവസത്തെ ജീവനക്കാരെതിരെ നടപടി വന്നു. സംഭവം നടന്നത് അല്ലല്ലോ, ഇപ്പം ഈ കണ്ടെത്തിയ ദിവസത്താണോ അതിന് ശേഷമാണല്ലോ പരാതി വരുന്നത്. അപ്പം അതിൻ്റെ ദിവസങ്ങൾ മുമ്പ് സംഭവം നടന്നു എന്നുള്ള ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വാഭാവിക കുട്ടികൾ നഖപ്പാട്, നമ്മൾ ദേഹത്ത് കൊതുകടിച്ച് ഞങ്ങൾ ചൊറിയാറില്ലേ? നമ്മൾ ദേഹം ചൊറിയാറുണ്ടല്ലോ. അത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണ്ടേ? ആ പരിശോധന നടത്തിയിട്ടാണ് സ്വാഭാവികം. ഇവിടെ കുട്ടി വന്നിട്ട് 1.5 ആഴ്ച എത്ര ആയിട്ടുള്ളൂ, ആ ദിവസങ്ങളാണ് ആകെ ആയിട്ടുള്ളത്. സ്വാഭാവികം കുട്ടി പരിചരിച്ച മുഴുവൻ ആളുകളെ മാറ്റിയെടുത്ത് അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നടപടിക്രമങ്ങൾ പാലിക്കണ്ടേ? എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അക്കാര്യം സംബന്ധിച്ച് വേറെ സംഗതിയില്ല. അവിടുത്തെ നമ്മൾ ചെയ്തൊരു മഹത്തരമായ, അതായത് നല്ല പ്രവർത്തനം കാണുന്നത്, അതാണ് എല്ലാവർക്കും പറയാനുള്ളത്.